JavaScript. It was introduced in year 1995 for adding program to the web page in the Netscape Navigator browser. Netscape Navigator browserൽ വെബ് പേജിലേക്ക് പ്രോഗ്രാംസ് ആഡ് ചെയ്യാൻ വേണ്ടി 1995 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു JS. JS ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ക്ലയൻറ്റ് സൈഡ് ഡൈനാമിക് പേജ്. ക്ലയൻറ്റ് സൈഡിൽ ഡൈനാമിക് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ JS യൂസ് ചെയ്യുന്നത്. JavaScript is an object-based scripting language which is lightweight and cross-platform. JavaScript എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ബേസ്ഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഇതിനൊരു ലൈറ്റ് വെയ്റ്റും ക്രോസ് പ്ലാറ്റ്ഫോമുമാണുള്ളത്. JavaScript is not a compiled language but it is a translated language. JavaScript എന്ന് പറയുന്നത് ഒരു കമ്പൈൽഡ് ലാംഗ്വേജ് അല്ല, അതായത് ഒരു കമ്പൈലർ ലാംഗ്വേജ് അല്ല, ഇതൊരു ട്രാൻസ്ലേറ്റഡ് ലാംഗ്വേജ് ആണ്. The JavaScript translator is responsible for translating the JavaScripting code for the web browser. ജാവാസ്ക്രിപ്റ്റിലെ ട്രാൻസ്ലേറ്ററിൻ്റെ മെയിൻ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസറിലേക്ക് ജാവ കോഡൊക്കെ എംബഡ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ജാവ കോഡൊക്കെ ബ്രൗസറിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ജാവാസ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾദോ ജാവാസ്ക്രിപ്റ്റ് ഹാസ് നോ കണക്ടിവിറ്റി വിത്ത് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജായിട്ട് ജാവാസ്ക്രിപ്റ്റിന് ഒരു കണക്ഷനും ഇല്ല. The name was suggested and provided in the time when the Java was gaining popularity in the market. അതായത് ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ പേര് കൊടുക്കാൻ കാരണം ജാവ അന്നേരം നല്ല പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിനും പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഡേറ്റാബേസ് സച്ച് ആസ് CouchDB and MongoDB use the JavaScript as their scripting and query the language. ജാവാസ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റ് ചെയ്യാനും ക്വറിക്കൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാബേസാണ് CouchDB, MongoDB. ഫീച്ചേഴ്സ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ഓൾ പോപ്പുലർ വെബ് ബ്രൗസേഴ്സ് സപ്പോർട്ട് ജാവാസ്ക്രിപ്റ്റ് ആസ് ദേ പ്രൊവൈഡ് ബിൽഡ് ഇൻ എക്സിക്യൂഷൻ എൻവയോൺമെൻറ്റ്. എല്ലാ വെബ് ബ്രൗസറും ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് എല്ലാ ബ്രൗസറിലെയും ഒരു അതായത് ഒരു ബേസിക് ബിൽഡിൻ എൻവയോൺമെൻ്റ് ആയിട്ടായിരിക്കും, എക്സിക്യൂഷൻ എൻവയോൺമെൻ്റ് ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റിനെ കൊടുത്തിരിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഫോളോ ദ സിൻടാക്സ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ജാവാസ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻടാക്സും സ്ട്രക്ചറും C പ്രോഗ്രാമിങ്ങിൻ്റെയാണ്. ദസ് ഇറ്റ് ഈസ് എ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുകൊണ്ട് ഇതൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാം ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് ഈസ് വീക്ക്ലി ടൈപ്ഡ് ലാംഗ്വേജ് വേർ സർട്ടൻ ടൈപ്പ് ആർ ഇംപ്ലിസിറ്റ്ലി കാസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ഓപ്പറേഷൻ. ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നു. ഇത് ഏറ്റവും അതായത് വീക്ക്ലി ടൈപ്ഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവണമെന്നില്ല, അത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ജാവ ആയാലും C ആയാലും C++ ആയാലും ഏതൊരു ലാംഗ്വേജ് ആയാലും നമ്മൾ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ അതിപ്പോൾ ഇൻറ്റിജർ ടൈപ്പ് ആണെങ്കിൽ ഇൻറ്റെന്നും, ഇപ്പോൾ ക്യാർ ആണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രിങ് ആണെങ്കിൽ ഇപ്പോൾ ജാവയിലാണെങ്കിൽ സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുക്കണം, വേറെ ഇതിലാണെങ്കിൽ ക്യാർ, അങ്ങനെ ഓരോന്നും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഈ JSൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ കൊടുക്കുന്ന വേരിയബിൾ ഏത് ടൈപ്പ് ആയാലും അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു പ്രോബ്ലം കാണുമ്പോൾ, അതായത് ഒരു പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. ജാവാസ്ക്രിപ്റ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് യൂസസ് പ്രോട്ടോടൈപ്പ് റാദർ ദാൻ യൂസിങ് ക്ലാസസ് ഫോർ ഇൻഹെറിറ്റൻസ്. ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഹെറിറ്റൻസിൽ ക്ലാസസിനേക്കാളും കൂടുതൽ പ്രോട്ടോടൈപ്പിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഇൻറ്ററപ്റ്റഡ് ലാംഗ്വേജ്. ഇതൊരു ലൈറ്റ് വെയ്റ്റും ആയിരിക്കും, ഇൻറ്ററപ്റ്റഡ് ലാംഗ്വേജ് ആയിരിക്കും. ലൈറ്റ് വെയ്റ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ വേരിയബിളിൽ ഏതാണോ ടൈപ്പ് എന്ന്, അതായത് ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് ലൈറ്റ് വെയ്റ്റ് എന്ന് പറയാൻ കാരണം. ഇറ്റ് ഈസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. അതായത് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും കേസ് സെൻസിറ്റീവ് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രോഗ്രാമിൽ എഴുതുമ്പോൾ ഇപ്പോൾ ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ തന്നെ കൊടുക്കണം, സ്മോൾ ആണെങ്കിൽ സ്മോൾ തന്നെ കൊടുക്കണം. അതാണ് കേസ് സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ജാവാസ്ക്രിപ്റ്റ് ഈസ് സപ്പോർട്ടബിൾ ഇൻ സെവറൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡ് വിൻഡോസ്, മാക് OS എക്സെട്ര. ജാവാസ്ക്രിപ്റ്റ് അതായത് എല്ലാ തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും സപ്പോർട്ട് ചെയ്യും. അത് വിൻഡോസിലായാലും മാക് OSലായാലും ഏതിലാണെങ്കിലും. ഇറ്റ് പ്രൊവൈഡ് ഗുഡ് കൺട്രോൾ ടു ദ യൂസർ ഓവർ ദ വെബ് ബ്രൗസർ. അതായത് യൂസറുമായിട്ടുള്ളൊരു ഗുഡ് കൺട്രോൾ നമുക്ക്, അതായത് വെബ് ബ്രൗസറുമായിട്ടൊരു ഗുഡ് കൺട്രോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ. ആപ്ലിക്കേഷൻ ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ക്ലയൻറ്റ്
സൈഡ് വാലിഡേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഡൈനാമിക് ഡ്രോപ്പ് ഡൗൺ മെനൂസിന് വേണ്ടി ഡിസ്പ്ലേ ഡേറ്റ് ആൻഡ് ടൈം, ഡിസ്പ്ലേ പോപ്പ് അപ്പ് വിൻഡോ ആൻഡ് ഡയലോഗ് ബോക്സ്, അതായത് ഡിസ്പ്ലേ ദ ക്ലോക്ക് എക്സെട്ര. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ എന്തെങ്കിലും വാലിഡ് ആണോ, ഇപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, ഒന്ന് ടിക്ക് ഇടാനോ അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ JS ആണ് യൂസ് ചെയ്യുന്നത്. ഡൈനാമിക് ഡ്രോപ്പ് ഡൗൺ മെനു, അതായത് നമുക്കിങ്ങനെ താഴേക്ക് പോവാനൊക്കെ വേണ്ടിയില്ല, അതിനു വേണ്ടി. ഇപ്പം ഡേറ്റും ടൈമൊക്കെ നമുക്ക് ഒരു പേജിൽ, അതൊരു വെബ് പേജിൽ നമുക്ക് കാണിക്കണമെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡിസ്പ്ലേ പോപ്പ് ഡൗൺ വിൻഡോ ആൻഡ് ഡയലോഗ് ബോക്സ്, എന്താ പറയുക, ഇപ്പോൾ ഡയലോഗ് ബോക്സ് ഇപ്പോൾ ഓക്കെ ആണോ, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഡയലോഗ് ബോക്സ് അങ്ങനെ കാണിക്കുന്നത് ജാവാസ്ക്രിപ്റ്റാണ്. ഡിസ്പ്ലേ ക്ലോക്ക്, അതേപോലെ തന്നെ ക്ലോക്കൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയും ജാവാസ്ക്രിപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ജാവാസ്ക്രിപ്റ്റ്. ഈ എക്സാമ്പിൾ ഉള്ളത് തന്നെ മനസ്സിലാവും ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നത് HTML കോഡിൻ്റെ ഉള്ളിൽ തന്നെയാണ്. HTML ഹെഡും ഓപ്പൺ ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു, ബോഡിയുടെ ഉള്ളിൽ ഒരു ഹെഡിങ് കൊടുത്തേക്കുവാണ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത്. അതൊരു സ്ക്രിപ്റ്റ് ടാഗ് കാണാം, ഓപ്പൺ ചെയ്തേക്കണം, ക്ലോസ് ചെയ്തേക്കണം. ഈ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഹലോ ദ ജാവാസ്ക്രിപ്റ്റ് ബൈ ദ ജാവാസ്ക്രിപ്റ്റ്, ഇത് പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു കമാൻഡാണിത്. അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബോഡി ക്ലോസ് ചെയ്തു, HTML ടാഗൊക്കെ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് വന്നു. പിന്നെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ കൊടുത്തത്, സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന കാര്യം അവിടെ പ്രിൻ്റ് ആയിട്ട് വന്നങ്ങനെ കാണാം. JavaScript provide 3 places to put the JavaScript code. ഈ JavaScript കോഡ് HTML 3 സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ബിറ്റ്വീൻ ദ ബോഡി ടാഗ് ഓഫ് HTML, സെക്കൻഡ് വൺ ബിറ്റ്വീൻ ദ ഹെഡ് ടാഗ് ഓഫ് HTML, തേർഡ് വൺ ഇൻ .js ഫയൽ. അതായത് എക്സ്റ്റൻഷൻ JavaScript ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കാം. ഫസ്റ്റ് വൺ ബിറ്റ്വീൻ ദ ബോഡി ടാഗ് ഓഫ് HTML ടാഗ് ഓപ്പൺ ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് ടൈപ്പ് ചെയ്തെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ഓർ ജാവാസ്ക്രിപ്റ്റ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റാണ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആണെന്നാണ് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. അലേർട്ട് ഓഫ് ഹലോ പോയിൻ്റ്, അങ്ങനെയാണ് നമ്മൾ അലേർട്ട് കൊടുത്തിരിക്കുന്നത്. പ്രിൻറ്റ് ചെയ്യേണ്ട ഡേറ്റ ഹലോ പോയിൻ്റ് എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്നത് ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ്. അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. സെക്കൻഡ് വൺ ബിറ്റ്വീൻ ദ ഹെഡ് ടാഗ് ഓഫ് HTMLൻ്റെ ഹെഡ് ടാഗിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് കൊടുക്കാം. അത് നോക്കാം. HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തു, ടൈപ്പ് സ്പെസിഫൈ ചെയ്തു. ഇവിടെ നമ്മൾ മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ, അപ്പോൾ ഫംഗ്ഷൻ മെസ്സേജ് എന്ന് കാണിക്കാൻ വേണ്ടി ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കീവേഡ് നമ്മൾ യൂസ് ചെയ്തു. എന്നിട്ട് മെസ്സേജ് എന്ന് പറഞ്ഞത് ഫംഗ്ഷൻ്റെ നെയിമാണ്. എന്നിട്ട് ആ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ അലേർട്ടായിട്ട് നമുക്ക് കൊടുക്കേണ്ടത്, അതായത് നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കുന്ന ഡേറ്റ ഹലോ എന്നാണ്. അപ്പോൾ അത് കൊടുത്തു. അങ്ങനെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, സ്ക്രിപ്റ്റ് ടാഗോ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ബോഡിയുടെ ഉള്ളിൽ ഒരു പാരഗ്രാഫായിട്ട് വെൽക്കം ടു ജാവ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുവാണ്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുവാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തേക്കുന്നു. എന്നിട്ട് ഫോമിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുകയാണ്. ഇൻപുട്ട് ടൈപ്പ് ഒരു ബട്ടണാണ്, അതിൻ്റെ വാല്യൂ ക്ലിക്കാണ്. ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മെസ്സേജ്, അതായത് ഇൻപുട്ട് ടൈപ്പ്, അതായത് ഒരു ബട്ടൻ്റെ ഉള്ളിൽ നമ്മൾ, അപ്പോൾ ബട്ടൻ്റെ ഉള്ളിലുള്ള ആ പേരിന് നമുക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ മെസ്സേജ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലേക്കാണ് പോകേണ്ടത്. അതായത് ഓൺ ക്ലിക്ക്, നമ്മൾ എപ്പോഴാണോ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ മെസ്സേജ് ഞാൻ ഫംഗ്ഷനിലേക്ക് വേണം. അതാണ് ഈ കൊടുത്തേക്കുന്നത് ഇൻപുട്ട് ടൈപ്പിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. ഇതാണ് ഹെഡിൻ്റെ ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ. Third one, external JavaScript file. We can create external JavaScript file and embedded it in many HTML page. കുറേ HTML പേജിൽ നമുക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ യൂസ് ചെയ്യണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് .js എന്ന് പറഞ്ഞ ഒരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതാണ് ഈ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. ഇറ്റ് പ്രൊവൈഡ് കോഡ് റീയൂസബിലിറ്റി ബിക്കോസ് സിംഗിൾ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്യാൻ ബി യൂസ്ഡ് ഇൻ സെവറൽ HTML പേജ്. ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ തന്നെ ഒരുപാട് HTML പേജിൽ യൂസ് ചെയ്യുന്നുണ്ട്. കോഡ് റീയൂസബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. ആൻഡ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ മസ്റ്റ് ബി സേവ്ഡ് ബൈ .js എക്സ്റ്റൻഷൻ. .js എന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ഇത് സേവ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ വെബ് പേജ്. വെബ് പേജിൻ്റെ
സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. message.js, അപ്പോൾ ഒരു സെപ്പറേറ്റ് ഫയലാണ്. ആ ഫയലിൻ്റെ പേര് മെസ്സേജ് എന്നാണ്. .jsന് എക്സ്റ്റൻഷനായിട്ടാണ് ആ ഫയൽ സേവ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം നടക്കുന്നുള്ളൂ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷനാണ് മെസ്സേജ്. അതിൻ്റെ ഉള്ളിൽ ഹലോ ജാവ എന്ന് പറഞ്ഞ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അത് മാത്രമാണ് നടക്കുന്നത്. അങ്ങനെ ആ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. പിന്നെ വേറൊരു HTML ഫയലാണ് index.html. എക്സ്റ്റൻഷൻ HTML ആണ്. HTML ഓപ്പൺ ചെയ്തു. ഹെഡിൻ്റെ ഉള്ളിലാണ് ഇവിടെ സ്ക്രിപ്റ്റ് വെച്ചേക്കുന്നത്. ഈ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് തന്നെ ടൈപ്പ് ചെയ്താന്ന് പറഞ്ഞു. പിന്നെ ഏത് സോഴ്സ് ഫയലിൽ നിന്നാണ് നമ്മൾ JS എടുക്കുന്നതെന്നാണ് പറഞ്ഞേക്കണേ. അപ്പം message.js എന്ന് പറഞ്ഞ സോഴ്സ് ഫയൽ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് SRC സോഴ്സ് ഫയലിനെ കാണിക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ അത് കൊടുത്തു. പിന്നെ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്യണമായിരുന്നു. പാരഗ്രാഫിൽ അത് കൊടുത്തു. ഫോമിൻ്റെ ഉള്ളിൽ ഒരു ഇൻപുട്ട് ടൈപ്പിൻ്റെ ഉള്ളിൽ ബട്ടണും പിന്നെ വാല്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടേണ്ട ക്ലിക്ക് ചെയ്യുമ്പോൾ വരേണ്ട വാല്യൂ ഏതാണ്, ക്ലിക്ക് എന്ന് പറഞ്ഞ വാല്യൂ ആണ് വരേണ്ട ബട്ടൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കൊടുത്തു. പിന്നെ ഓൺ ക്ലിക്ക്, നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫംഗ്ഷനിലേക്ക്, മെസ്സേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്കാണ് പോകേണ്ടത്. അതാണ് പിന്നെ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. Advantage of external JavaScript: it help in the reusability of code in more than one HTML. ഒന്നിൽ കൂടുതൽ HTML ജാവാസ്ക്രിപ്റ്റിലെ കോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഡ് റീയൂസബിലിറ്റി ആണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ഇറ്റ് അലൗ ഈസി കോഡ് റീഡബിലിറ്റി. കോഡൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വായിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ ടൈം എഫിഷ്യൻറ്റ് ആസ് എ വെബ് ബ്രൗസർ ക്യാഷ് ദ എക്സ്റ്റേണൽ JS ഫയൽ. അതായത് വെബ് ബ്രൗസറിൻ്റെ ക്യാഷിൻ്റെ ഉള്ളിൽ ഒരു എക്സ്റ്റേണൽ JS ഫയൽ ഉണ്ടെങ്കിൽ വിച്ച് ഫർദർ റിഡ്യൂസ് ദ പേജ് ലോഡിംഗ് ടൈം. പേജ് ലോഡ് ചെയ്യേണ്ട ആ ഒരു ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇറ്റ് എനേബിൾസ് ബോത്ത് വെബ് ഡിസൈനർ ആൻഡ് കോഡർ ടു വർക്ക് വിത്ത് HTML ആൻഡ് JS ഫയൽ പാരലലി ആൻഡ് സെപ്പറേറ്റ്ലി, ദാറ്റ് ഈസ് വിത്തൗട്ട് ഫേസിങ് എനി കോഡ് കോൺഫ്ലിക്കേഷൻ. അതായത് വെബ് ഡിസൈനറിന് HTML പേജ് ഉപയോഗിച്ച് അത് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡറിന് പാരലലായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ജാവാസ്ക്രിപ്റ്റ് കോഡും വെബ് ഡിസൈനിങ്ങും പാരലലായിട്ട് നടക്കാൻ പറ്റും. ദ ലെങ്ത് ഓഫ് ദ കോഡ് റെഡ്യൂസ് ആസ് ഓൺലി വി നീഡ് ടു സ്പെസിഫൈ ദ ലൊക്കേഷൻ ഓഫ് ദ JS ഫയൽ. അതായത് കോഡ് ലെങ്ത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് വേറൊരു JS ഫയൽ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, ഈ എക്സ്റ്റേണൽ JS എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ നമുക്ക് കോഡിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് ഓഫ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ്: ദ സെല്ലർ മേ ഡൗൺലോഡ് ദ കോഡേഴ്സ് കോഡ് യൂസിങ് ദ URL ഓഫ് JS ഫയൽ. ഈ JS ഫയലിൻ്റെ URL വെച്ചിട്ട് ഈ കോഡ് ചെയ്തേക്കുന്നത്, അതായത് കോഡ് ഇപ്പോൾ സെല്ലറിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. If two JS files are dependent on one another, then failure in one file may affect the execution of other dependent file. ഇപ്പോൾ ഒരു JSഉം ഒരു HTML ഫയലും കൂടി നമ്മളിപ്പോൾ എംബഡ് ചെയ്ത് വെച്ചേക്കുമെന്നൊക്കെ. അതായത് ഒരു HTML ഫയലിൻ്റെ ഉള്ളിൽ ഒരു JS ഫയൽ നമ്മൾ വെച്ചേക്കുവാണ്. അത് എക്സ്റ്റേണലായിട്ടാണ് JS ഫയൽ ഉള്ളത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ JS ഫയലിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ടും HTML കോഡിൽ അഫക്റ്റ് ചെയ്യും. ദ വെബ് ബ്രൗസർ നീഡ് ടു മേക്ക് ദ അഡീഷണൽ HTTP റിക്വസ്റ്റ് ടു ഗെറ്റ് ദ JS കോഡ്. ഈ JS കോഡ് HTML പേജിൽ, അതായത് HTML കോഡിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു HTTP റിക്വസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണം. എ ടിനി ടു ലാർജ് ചേഞ്ച് ഇൻ ദ JS കോഡ് മേ കോസ് അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് ഇൻ ഓൾ ഇറ്റ്സ് ഡിപ്പെൻഡൻറ്റ് ഫയൽ. ഇപ്പോൾ നമ്മൾ JS കോഡിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ JS ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫയൽസിന് വലിയൊരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് ആയിരിക്കും, ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നത്. If it is a few line of code, then better to implement the internal JavaScript code. അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറച്ച് കോഡുള്ളെങ്കിൽ HTML ഫയലിൻ്റെ ഉള്ളിൽ തന്നെ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത്.